കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വണ്ടൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വണ്ടൂർ പഞ്ചായത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഉപഭോക്തൃ സംസ്ഥാനമായിട്ടും സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തുണ്ടാകുന്ന വലിയ വിലക്കയറ്റം ഒരു പരിധിവരെ ബാധിക്കുന്നില്ല. രാജ്യത്ത് പൊതുവിതരണ സംവിധാനം പരിമിതപ്പെടുത്തി പണം ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന സംവിധാനം ഗുരുതര പ്രതിസന്ധികൾക്ക് ഭാവിയിൽ ഇടയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പരമാവധി വില കുറച്ചും വാങ്ങാൻ കഴിയുന്ന സൗകര്യമാണ് ഗവൺമെൻറ് ഇതിലൂടെ സപ്ലൈകോയിലൂടെ ഒരുക്കുന്നത്. സാധാരണ സമയങ്ങൾ നടക്കുന്ന ഈ സൂപ്പർ സ്റ്റോറുകൾ, മാവേലി സ്റ്റോറുകൾക്ക് പുറമെ ഉത്സവ നാളുകളിൽ സംസ്ഥാനം തിരുവോണവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ടുമെല്ലാം പല കേന്ദ്രങ്ങളിലും ചന്തകൾ തുടങ്ങുന്നതും കേരളത്തിൽ വ്യാപകമായി സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന സ്റ്റോറുകളുടെ വിൽപ്പനകളിലൂടെയും കൺസ്യൂമർ ഫെഡിൻ്റെ കേന്ദ്രങ്ങളിലൂടെയുമെല്ലാം ഫലപ്രദമായ നമ്മുടെ ഇടപെടലാണ്. ഇവിടെ നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് വലിയ വിലവർധനവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ നാടിനെ അത് അത്ര കണ്ട് ഗൗരവമായി ബാധിക്കാതെ നിലനിർത്താൻ കഴിയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു തരത്തിലുള്ള വില നിയന്ത്രണവും രാജ്യത്ത് വരുത്തുന്നില്ല. പൊതുവിതരണ കേന്ദ്രം തന്നെ പരിമിതമാക്കി കൊണ്ടുവരികയാണ്. ഇപ്പം കേരളത്തിൽ പൊതുവിതരണ കേന്ദ്ര റേഷൻ ഷോപ്പുകൾ, റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ മുഴുവൻ കുടുംബങ്ങളും റേഷൻ കാർഡ് ഹോൾഡേഴ്സായി മാറിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ 5.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പുതിയ കാർഡ് കൊടുത്തിട്ടുണ്ട്. 4,64,000 പരം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ്, BPL കാർഡ് പുതുതായി നമുക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നമുക്ക് കേരളത്തിൽ എല്ലാ കുടുംബങ്ങളെയും, ഞാനടക്കമുള്ള എല്ലാ കുടുംബങ്ങൾക്കും, ഞാനടക്കമുള്ളതെന്ന് പറഞ്ഞത് മന്ത്രി അടക്കം റേഷൻ കടകളിൽ കൃത്യമായി റേഷൻ ഷോപ്പിലെ ഉൽപ്പന്നം വാങ്ങുന്ന ആളായതുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കിക്കൊണ്ട് വെള്ളക്കാർഡുകാർക്ക് പരിമിതമാണെങ്കിൽ പോലും അത്തരം സൗകര്യം ലഭ്യമായതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ വലിയ വിലവർധനവ് നമ്മെ അധികം ബാധിക്കാറില്ല. നമ്മുടെ സ്റ്റേറ്റ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എല്ലാ ഉൽപ്പന്നവും ഇവിടേക്ക് കൊണ്ടുവരികയാണ്. നമുക്കാവശ്യമായ അരി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമെടുത്താൽ നമ്മുടെ ആവശ്യത്തിൻ്റെ 15% താഴെയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അരി. അത് മുഴുവൻ ആ കൃഷിക്കാരുടെ അരി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് മുഴുവൻ നമ്മൾ സംഭരിച്ച് റേഷൻ കടകളിലൂടെ അരിയായി നമ്മുടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാക്കുകയാണ്. പഞ്ചായത്ത് അധ്യക്ഷ VM സീന ആദ്യ വിൽപ്പന നടത്തി. ഉപാധ്യക്ഷൻ പട്ടിക്കാടൻ സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സാജിദ, പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ V ജ്യോതി, ജാഫർ, തസ്നിയ ബാനു, മൈഥിലി, ജില്ലാ സപ്ലൈ ഓഫീസർ ജോസി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.